ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ചോക്കോ മിൽക്ക് പുഡിംഗ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അത് കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നവംബർ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നത് ചോക്കോ മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ എടുക്കേണ്ടത് അത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രമാണ്. നമുക്ക് ഏതെങ്കിലും ഗ്ലാസ്സോ പാത്രമോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഈ ഗ്ലാസ്സിൽ ചെയ്യാം. ഈ ഗ്ലാസ്സാണ് കേട്ടോ. രണ്ട് യമണ്ടൻ ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിലും പാല് മാത്രമായാലും മതി. പക്ഷേ പാല് മാത്രമാവുന്ന സമയത്ത് കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് എടുത്തിരുന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്. 1/2 ടീസ്പൂൺ മതി. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറുത് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ പീസാണ്. ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റോ ഏത് ചോക്ലേറ്റ് ആയാലും മതി. ഒരു 20 ഗ്രാം ചേർത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചൂടാക്കുന്നതിന് മുമ്പേ നന്നായിട്ട് കോൺഫ്ലവറൊക്കെ മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുപ്പിൽ വെക്കാവുള്ളൂ. ഇത് നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വാനില എസൻസ് അവസാനം ചേർത്തിരുന്നാലും മതി. അവസാനം ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങെടുത്ത് ഒഴിച്ചു പോയി. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തിക്കാക്കി എടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ചിക്കുവാണ് ഇളകുന്നത്. ഭയങ്കര പ്രോ ഇളക്കുകാരിയാണ്. നല്ല നോക്ക്, എന്താ മിഷനാണോ? അയ്യോ, ചിക്കു സ്റ്റൈൻ്റെ പുതിയൊരു മിഷൻ കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി. അപ്പോൾ തിക്കാവും തോറും നമ്മുടെ ചോക്ലേറ്റ് അതാ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് തിക്കാക്കാതെ എടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. വിപ്പിംഗ് ക്രീം എടുക്കുന്നതും ഫ്രഷ് ക്രീം എടുക്കുന്നതൊക്കെ ടേസ്റ്റ് കുറച്ച് കൂട്ടാൻ വേണ്ടി മാത്രം. അതില്ലാന്നുണ്ടെങ്കിൽ പാല് മാത്രമായാലും മതി. അപ്പോൾ തിക്കായിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിലെടുത്തിട്ടാട്ടോ ഒഴിക്കുന്നത്. ഒരേ അളവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം മതി, അങ്ങനെ അളക്കണമെന്നൊന്നുമില്ല. ഒഴിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും കോൺഫ്ലവർ ഇടുന്ന സമയത്ത് ചൂടുള്ള പാലിലേക്ക് ഇടരുത്. തണുത്ത പാലിൽ വേണം ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ തീ കത്തിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മിക്സ് ആക്കുക. തണുത്ത പാലാകുമ്പോൾ കോൺഫ്ലവർ പെട്ടെന്ന് കലങ്ങി കിട്ടും. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതും നമ്മൾ പാല് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് പാലെടുത്തിരുന്നാൽ മതി. നല്ല കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. താങ്ക് യു. ഞാൻ പണ്ട് വത്തക്ക കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നമ്മൾ സാധാരണ പുഡിങ് പോലെ തിക്കായിട്ട് കിട്ടില്ല. മുറിച്ചെടുക്കുന്ന പരുവത്തിന് കിട്ടില്ല. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് കൂടുതലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. അത് നമുക്ക് ഏകദേശം ഈക്വൽ അളവിലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഇത് നല്ല വലിയ ഗ്ലാസ് ആണ് കേട്ടോ. ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലോ ഒക്കെ സെർവ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു 4-5 പേർക്ക് ഡെസേർട്ടായിട്ട് കഴിക്കാനുള്ള സംഭവമുണ്ട്. ഞാൻ പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വലിയ ഗ്ലാസ് എടുത്തുന്നേ ഉള്ളൂ. സ്പൂൺ വെച്ച് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിത് ഇവിടെ തന്നെ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. ഇപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തണുക്കണം. തണുത്താലാണ് ഈ ഡെസേർട്ട് കഴിക്കാൻ ടേസ്റ്റ്. അപ്പം ഇത് രാവിലെയാണ്, വൈകുന്നേരം എടുക്കാം. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് വന്നത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ കൊക്കോ പൗഡർ. ഒരു അരിപ്പയിൽ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ചെറിയൊരു തിൻ ലെയറായിട്ടുണ്ടായാൽ മതി. അപ്പോൾ അത് നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഈ നമ്മുടെ യമണ്ടൻ ഗ്ലാസ്സിലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കപ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ ചെറിയ ഗ്ലാസ്സിൽ ചെയ്യാം, ചെറിയ ബൗളിൽ ചെയ്ത് വെക്കാം. ഗ്ലാസിൻ്റെ ബൗളിൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. ശരിക്കും ഒരുപാട് ചോക്ലേറ്റ് അല്ലല്ലോ അല്ലേ, ഒരുപാട് ചോക്ലേറ്റ് അല്ല. കാരണം ആ ഒരു മിൽക്കിൻ്റെ ക്രീമും കൂടെ വരുന്നുണ്ട്. പിന്നെ ടോപ്പിലുള്ള ലെയറിൽ ഉള്ള കൊക്കോ പൗഡർ ഇടുന്നത് തിൻ ലെയർ ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഇടണ്ട, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കുനി ഇങ്ങനെ വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് സമയത്ത് അവരുടെ മോൻ, ചെറിയ മോനാണ്, വായ തുറന്ന് ഇങ്ങനെ മോണിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ കുഞ്ഞു മോനൊരു ചക്കരയുമ്മ. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ട് അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ നവംബർ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നവംബർ മാസത്തെ ഗിവ് അവേക്ക് വേണ്ടി വന്ന ടോട്ടൽ മെയിലുകളുടെ എണ്ണം 2856 അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 2856. ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് 1021. ആരാ നോക്കാം. 1021 സച്ചു സച്ചി 313@gmail.com. കൺഗ്രാജുലേഷൻ സച്ചു സച്ചി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. 2856. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് 2115. ആരാ നോക്കാം. 2115 വരുന്നത് അനീഷ ജിതിൻ. അനീഷ kpkkd@gmail.com. കൺഗ്രാജുലേഷൻ അനീഷ. അപ്പോൾ ഈ 2 വിന്നേഴ്സിനെയും തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ. പിന്നെ വേറൊരു കാര്യം പറയാണ്, നമ്മുടെ ഗിവ് അവേ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ടീം നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ പല സബ്സ്ക്രൈബേഴ്സിൻ്റെയും കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗിഫ്റ്റ് സമ്മാനം അടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് പലർക്കും പൈസയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ ആയിട്ട് നടന്നു വരുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊന്നും അതൊന്നും ശരിയായിട്ടില്ല. ഈ ഒരു പ്രശ്നം ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഫേസ്ബുക്ക് ചിക്കൂസ് നൈൻ്റെ പേരിൽ അവർ കമന്റ്സിന് റിപ്ലൈ അയക്കുന്നുണ്ട്. ഇതുപോലെ ഹാക്കേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ഇത് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നോട് തന്നെ പേഴ്സണലി ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞില്ല. അവരെന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റിനൊക്കെ, അതുകൊണ്ട് ഞാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ ഗിവ് അവേ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല. എനിക്ക് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ചാനലിൽ വന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 1 മില്യൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 6000 സംതിങ്ങും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾക്ക് 1 മില്യൺ അടിക്കണം. അപ്പോൾ അതെ. ഇനി അടുത്ത് വരാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു യമണ്ടൻ പ്ലം കേക്കിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമല്ലോ. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ അത്